ഹായ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നാട്ടിലെ കാഴ്ചകളൊക്കെ അല്ലേ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് ഖത്തർ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പോൾ നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളിലേക്ക് പോവാണ്. പാട്ട് എവിടെ പോവാ എവിടെ പോവാ എവിടെ പോവാ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളായി കൂടുതൽ സ്ഥാപിച്ചാണ് ഇവയെ പിടികൂടുന്നത്. വേറെ അറിയാവോ? വേറെ പാട്ടറിയോ? കൺമണിപ്പൂവെ അറിയോ? കണ്ണാടി പാടിക്ക്. കണ്ണാടി സെക്കൻഡ് ആണ് ദോഹയിലെ Dream Property, Doha Junction. Dream Property. Elevate your lifestyle with the finest luxury properties in Qatar. Powered by Malabar Gold and ഷോപ്പിങ്ങിന് പോവല്ലേ? എവിടെ പോകുന്നേ? പാട്ട് പാടും നല്ലതായിട്ട്. ഞാൻ നോക്കാം. ഇങ്ങനെ നോക്കാം. ആറ് ആളുകൾ നാട്ടിൽ പോകുന്ന ഒരു സമയമുണ്ട്. നാട്ടിൽ പോകാനായിട്ട് ഇനി അടുത്ത ദിവസങ്ങൾ അപ്പൊ അങ്ങനെയുള്ള പർച്ചേസ് ഒക്കെ നടത്തി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് മാളിലെത്തി. സന്തോഷത്തോടെ ഓടുന്നുണ്ടോ? ഓടാൻ കിട്ടിയൊരു അവസരം അവൻ യൂട്ടിലൈസ് ചെയ്യുകയാണ്. പുറത്ത് നല്ല ചൂടായ കാരണം നമുക്ക് മാളിലൊക്കെ വന്ന് നല്ല തണുപ്പത്ത് നിൽക്കാം. പുറത്തൂടെ ഇറങ്ങി നടക്കുന്നത് ഇതുപോലെ മാളിനകത്തൂടെ നടക്കേണ്ട അവസ്ഥയാണല്ലോ ഇപ്പോൾ ഇവിടെ. അരി മേടിക്കാനുള്ള പ്ലാനിലാണ് നോവാക്ക്. ഫിഷൊക്കെ നോക്കൂ, നല്ല കുട്ടപ്പനായിട്ട് ഒരുങ്ങിയിരിക്കുക വറക്കാൻ. ഫിഷിൻ്റെ ഏരിയയിൽ നിറച്ചും ആളുകളാണ്. നല്ല തിരക്കുള്ളൊരു ദിവസം. ഈ മാളിലല്ലെങ്കിലും നല്ല തിരക്കാണ്. മലയാളികൾ കൂടുതൽ വരുന്ന നമ്മുടെ കേരളത്തിലെ മിക്ക ഐറ്റംസും ഉള്ളൊരു മാളാണിത്. അതുകൊണ്ട് അതിലെപ്പോഴും നല്ല തിരക്കാണ്. വാഴക്ക, ബീൻസൊക്കെ ഇരിക്കുന്നുണ്ടോ? ഈ ഏരിയയിൽ വളരെ തിരക്കെന്ന് പറഞ്ഞാൽ വളരെ തിരക്കായിരുന്നു. പിന്നെ ഓണച്ചന്ത സ്റ്റാർട്ട് ചെയ്തോ എന്ന് നമുക്ക് തോന്നിപ്പോവും, അതുപോലെ തിരക്ക്. പച്ചക്കറിയുടെ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ സവോളയൊക്കെ എടുക്കാനുള്ള ആളുകൾ തേനീച്ചക്കൂട്ടി കയറുന്ന അവസ്ഥയാണ്. അതുപോലെ തിരക്കായിരുന്നു. അതുകൊണ്ട് സവോളയൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയില്ല. നോക്ക്, സവോള മേടിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ? എന്ത് തിരക്കാ! എല്ലാവർക്കും അത്യാവശ്യമായിട്ടും സവോളയാണ് വേണ്ടതെന്ന് തോന്നുന്നു ഈ ദിവസം. അതുപോലെ തിരക്ക്. മീനൊക്കെ നല്ല കുട്ടപ്പനായിട്ട് റെഡിയായിട്ട് നിങ്ങൾ കുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരിപ്പുണ്ട്. അടുത്ത ഏരിയ നമ്മുടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ ഓടിക്കളിക്കുന്നുണ്ട്. മീൻ മേടിക്കാനുള്ള ക്യൂ ആണിത്. ടോക്കൺ എടുത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ്. അടുത്ത തിരക്ക് അവിടെ. അങ്ങനെ വലിയൊരു തിരക്കും ബഹളവും നിറഞ്ഞൊരു ദിവസമായിരുന്നു അത് അവിടെ. അടുത്തത് എന്താണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതാണ് നോവാക്കിൻ്റെ നോട്ട്. നാട്ടിലേക്ക് പോകാനുള്ള ഡേറ്റ്സൊക്കെ നോക്കിയിരിക്കുകയാണ്. ചേട്ടൻ അതൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുക. ഈ നട്ട്സും ഡേറ്റ്സും ഒക്കെ നാട്ടിലേക്ക് പോകാനും ഇവിടെയും കുറച്ചൊക്കെ ആളുകൾ വാങ്ങിച്ച് കഴിക്കുമെങ്കിലും നാട്ടിൽ കൊണ്ടുപോകാനാണല്ലോ നമ്മൾ കൂടുതൽ വാങ്ങിക്കുക. അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്ന സെക്ഷനാണ്
നമ്മുടെ നാട്ടിൽ നിന്നും എത്തിയ തേയില. നാട്ടിൽ നിന്ന് മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള തേയില. അടുത്തത് ഫ്രീസറിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്ക് അതൊക്കെ തപ്പിപ്പറക്കി എടുക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് കണ്ടിട്ട് ചിക്കൻ ഫ്രൈസ് ആണെന്ന് ഒരാൾ പറയാൻ അവന് എളുപ്പം അതാണെന്ന് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഈ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് ഷോപ്പിംഗ് കുട്ടി പോകുന്നുണ്ട്. അടുത്ത ഗമ്മിലാണ്, ഏരിയയിലാണ് നോട്ടം. ചോക്ലേറ്റ് ഒന്നും വേണ്ട, ഗമ്മു മതി പുള്ളിക്ക്. നേരത്തെ സ്നാക്സിൻ്റെ ഏരിയയിലെ തിരക്ക് നോക്ക്. ചായക്കടി വാങ്ങിക്കാനുള്ള തിരക്ക്. മലയാളികൾ ഇവിടെ എന്തോ മ്യൂസിക് പ്രോഗ്രാം എന്തോ നടക്കുകയായിരുന്നു. അതിൻ്റെ ബഹളങ്ങളുണ്ടായിരുന്നു. തിരക്കായതുകൊണ്ട് ഇതിലും തിരക്കുള്ള ദിവസങ്ങളും ഉണ്ട്. എങ്കിലും ഇന്ന് പച്ചക്കറി ഏരിയയിൽ ഭയങ്കര തിരക്കായിരുന്നു. കല്യാൺ ജ്വല്ലറി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതുപോലുള്ള ഫാമിലി വീഡിയോസ്, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, കുഞ്ഞു കുഞ്ഞു യാത്രകൾ, ഗൾഫിലെ കാഴ്ചകൾ, ഖത്തറിലെ കാഴ്ചകൾ, അങ്ങനെ കുഞ്ഞു കാഴ്ചകൾ, എങ്ങനെയാണ് ഇവിടെയുള്ളവരുടെ ജീവിതം, പ്രവാസികളുടെ ജീവിതം, അവരുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോക്ലേറ്റൊക്കെ തിന്ന് നോക്ക് എൻജോയ് ചെയ്ത് പോവുകയാണ് തിരിച്ച്. രാത്രിയായി. ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ബൈ ബൈ, സീ യു, ബൈ.